ധാരാളം പേര് പരാതി പറയണ കാണാം. നിന്നു, അത്ര നേരം നിന്നു, വയ്യാണ്ടായി. ഗുരുവായൂരപ്പൻ ഒരാളോടും പറയണില്ല, അതെ നിങ്ങൾ ഇത്രയും നേരം ക്യൂ നിന്ന് എന്നെ ഒന്ന് വന്ന് കാണണം കേട്ടോ. ഞാൻ ആരോടാ പറയണേ? ആരോടും പറയണില്ല. വേറെ ഒരാളും അവരെ നിർബന്ധിക്കണമില്ല നിങ്ങൾ പോയി ക്യൂ നിന്ന് കാണുമെന്ന്. നമ്മുടെ ഉള്ളിൽ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തോടു കൂടി വേണം നിൽക്കാൻ. എത്ര നിന്നാലും, കാരണം എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. രാവിലെ 2:30 ഒരിക്കൽ ക്യൂ നിന്നിട്ട് ഉച്ചയ്ക്ക് 1:30 തൊഴുതേന്ന് പറഞ്ഞ അത്രയും ആ ഭഗവാനോട് ഇഷ്ടം. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും. അവരത്രയ്ക്കൊന്നും ഞാൻ എത്തിയിട്ടേ ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കപ്പോൾ വെള്ളം കുടിക്കാനോ വയ്യാണ്ടൊക്കെ ആയില്ല? ഇത്രയും വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇടയിൽ പോയി നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അത്ര ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും, 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:00, 10:30, 11:30, 12:30, 1:30, എത്രയാ 10-11 മണിക്കൂർ ക്യൂ നിന്ന് തൊഴുതു. എന്നിട്ട് അവരത് ആസ്വദിക്കുക. എന്നിട്ട് അവർ പറയും ഇനിയും വേണമെങ്കിൽ ഞങ്ങൾ ക്യൂ നിന്ന് തൊഴാം. എന്ത് സുഖാ ഭഗവാന്റെ നാമം ജപിച്ച് ഇങ്ങനെ ക്യൂ നിൽക്കാനായിട്ട്. എനിക്ക് കൈവേദനയും കാലുവേദനയൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് ഒരു വേദന അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞേ ഇല്ല, നിൽക്കാന്നൊന്നും നടക്കണതും ഒന്നും അറിഞ്ഞില്ല. എനിക്ക് ഇത്രയും സമയം നിന്നു എന്ന് പോലും തോന്നിയില്ല എന്ന്. അങ്ങനെ വേണ്ടേ ഗുരുവായൂരപ്പനെ തൊഴാൻ? ഇത് മുന്നിലുള്ളവരെ പഴി പറഞ്ഞ്, പിന്നിലുള്ളവരെ പഴി പറഞ്ഞ്, കുറേ ജീവനക്കാരെ പഴി പറഞ്ഞ്, അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞൊക്കെ നമ്മൾ ആ ഭഗവാന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റും. ഒരു സെക്കൻഡ് ദർശനം നമുക്ക് ആ ഭഗവാൻ അനുവദിച്ച് തന്നില്ലേ? ആ ഒരു സെക്കൻഡ് അനുഭവിക്കുകയല്ലേ വേണ്ടേ? അതിന് എന്തിനാ അവരെയൊക്കെ കുറ്റം പറഞ്ഞ് ഉള്ളത്? നമ്മൾ ചെയ്ത പുണ്യം കൂടി ഇല്ലാണ്ടോ? ഭഗവാൻ ഇത്രയും കാരുണ്യത്തിലെ അവസരം ഒരുക്കി തരണം. അപ്പോൾ എന്നോട് ഇത്ര നേരം ക്യൂ നിന്ന് തൊഴാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല. എൻ്റെ മനസ്സ് അതിനെ ഒരുങ്ങിയിട്ടില്ല, എനിക്ക് പറ്റില്ല. എൻ്റെ ശരീരം ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കാത്ത അവസ്ഥയിലായി തുടങ്ങി. അപ്പോൾ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഗുരുവായൂരപ്പന അത് അറിയുണ്ടാവും. അപ്പോൾ അവിടെ ഇത്രയും നിൽക്കാനായിട്ടുള്ള ഒരു ഇതുള്ളവരെ മാത്രമേ അങ്ങനെ നിർത്തുന്നുള്ളൂ ഭഗവാൻ, അല്ലാത്തവരെ നിർത്തണില്ല. അപ്പം നമ്മൾ ഒരാൾക്കും വേണ്ടിയിട്ടാവരുത് അങ്ങനെ ഇത്രയും നേരം ക്യൂ നിന്ന് ഭഗവാനെ തൊഴുതുന്ന് മേനി പറയാനും ആവരുത്. ഭഗവാനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാൻ കണ്ണാ എന്ന് ആ രുക്മിണീദേവി പറയണം. അതുപോലെ എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം കണ്ണാ എൻ്റെ മുമ്പിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ആ കുറൂരമ്മ അനുഭവിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒരു ജീവിതം മുഴുവനും എത്രയോ കാര്യങ്ങൾ. ലൗകിക ദൃഷ്ടിയിൽ നോക്കിയാൽ സന്തോഷം എന്ന് പറയണത്